നമുക്ക് നല്ലൊരു വീഡിയോ ഉണ്ടല്ലോ. എന്താ അഭിനയം! സ്വന്തം അമ്മേനെ പറയുമ്പോൾ ആ മുഖത്തുള്ള ഭാവവും അഭിനയെല്ലാം സൂപ്പറാണ്. ഒന്ന് കണ്ടു നോക്കാം നമുക്ക്. വരുന്നുണ്ടല്ലോ കെട്ടും കടയിലെടുത്തിട്ട് കാണാനാണ് ഈ ഒന്നിക്കൊന്നിരാടി ഇങ്ങോട്ടേക്ക് വരുന്നത്. കാണാതെ പൊളിക്ക. ആ അമ്മ എന്തേ? അമ്മയിട്ടുണ്ട്. അമ്മേ, ഇതാ നിങ്ങളെ മോള് വന്നിട്ടാ. എടി നീക്കിയേ, എന്റെ അമ്മ വന്നിട്ടാ. ചേട്ടയോടി? ചേട്ട പണിക്ക് പോയി. അതെ. മക്കളോ? അവര് സ്കൂളിൽ പോയി. ആ മോള് വന്നിട്ടാ. ആ ഇതെന്താണൊന്ന് വിളിക്കാൻ പറയാൻ ചെയ്യേണ്ടി വന്നത്? എടി നീക്കി ഇവളോടൊന്ന് അകത്തോട്ട് കയറാൻ പറയാൻ എന്താണിത്? അവിടുന്ന് ഇവിടം വരെ വന്ന ആൾക്കാരോട് ഞാൻ ഇനി അകത്തേക്ക് ആനയിക്കണോ? പോരെ. ഇതെന്തൊക്കെയാണ് ഈ കൊണ്ടുവന്നേക്കണത്? ഇതൊക്കെ എന്തിനാണ് മോളെ മേടിച്ചോണ്ട് വന്നത്? അതന്നെ, എന്തിനാന്ന് ഈ ഫ്രൂട്ട്സ് അല്ലേ ഇവിടെ എല്ലാം ആര് കഴിച്ചിട്ടാണ് ഇതെല്ലാം വെറുതെ എടുത്ത് കളയലാന്ന്. ഇതൊക്കെ ഇവിടെ കിടന്ന് ചീഞ്ഞു പോകണേ. ഈ മഴക്കാലത്ത് ഇപ്പൊ ആർക്കാണ് ഈ ഫ്രൂട്ട്സിനൊക്കെ ആവശ്യമുള്ളത്? ഇതൊക്കെ തിന്നാൻ ഇവിടെ ആളുണ്ട്. എന്റെ മോള് മേടിച്ചോണ്ടുവന്നതല്ലേ. ഓ എന്താണ്? അതെ മോള് കേറ്, അകത്ത് കേറ്. നീക്കി പോയി ഒരു ചായ എന്തെങ്കിലും വെച്ചേ. ചായപ്പൊടിക്കും പഞ്ചസാരക്കല്ല എന്താ വില! ഓ ഒന്നിക്കൊന്നിരാട് ഇവിടെ വിരുന്നുകാരെന്നെ. ഒരു ദിവസം ഒഴിയൂല വിരുന്നുകാര്. ചായപ്പൊടിക്കും പഞ്ചസാരക്കും ആണെങ്കിൽ ലോകത്തില്ലാത്ത വിലയും. ഇവള് എന്തൊക്കെയാണ് ഈ പറയണത്? ഇതെന്താണ് ഇങ്ങനെയൊക്കെ പറയണത്? എന്റെ മോനെ പണിയെടുത്തിട്ടാണ് ഇവിടെ ചെലവൊക്കെ നടത്തുന്നത് കേട്ടാ. ആര് പണിയെടുത്തിട്ടാണെങ്കിലും പൈസയല്ലേ ഈ പോന്നത് വിരുന്നുകാർ ഇങ്ങനെ വരുമ്പോ. വിരുന്നുകാരും അവർക്കാണെങ്കിൽ ചോറും ചായയൊക്കെ കൊടുക്കണം. നല്ല ചെലവ്. എന്താണ് ഈ പറയണത്? എന്റെ മോളല്ലേ വന്നേക്കണത്. എന്റെ മോനാണ് ഇവിടെ പണിയെടുത്ത് കൊണ്ടുവന്നത്. പിന്നെ നീ എന്തിനാണ് ഇതൊക്കെ പറയണത്? അവള് ഇതുവരെ ഇല്ലാത്തൊരു പറച്ചില്. ഇവളെന്തൊക്കെയാണ് ഈ പറയണേ? എന്താണ് ഇവളുടെ ഉദ്ദേശം? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇവളിപ്പോ വന്നേനാ അവളൊരു കാര്യം പറയണ്. എന്റെ മോനാണ് ഇവിടെ പണിയെടുത്ത് കൊണ്ടുവന്നത്. നിന്റെ ചെലവൊന്നുമില്ല ഇവിടെ കേട്ടാ. മോളെ ഒന്നും കാര്യാക്കണ്ട. മോളെ തൊട്ട് കയറുക. നമുക്ക് എന്തോ വട്ടാണ്. അതാണ് അങ്ങനെയൊക്കെ ഇരുന്ന് പറയണത്. ഒരു കാര്യം പറഞ്ഞിരിക്കണത്. അമ്മ ചായ വെച്ച് തരാം കേട്ടാ. അവനിങ്ങോട്ട് വരട്ടെ, അവനോട് ഇത് പറയാനുണ്ട്. വിരുന്നുകാരിക്ക് സുഖം തന്നെ. ചായക്ക് ചായ, ചോറിന് ചോറ് എല്ലാം ഇങ്ങനെ മുന്നിലെത്തിക്കോളും. സന്ദേശിന് ഉദ്ദേശിച്ച് പറഞ്ഞതല്ലാട്ടാ. സന്ദേശിക്ക് സുഖല്ലേ? സന്ദേശി ചോറിലും തിന്നിട്ട് ഇപ്പൊ തന്നെ പോവായിരിക്കും അല്ലേ? ഇപ്പൊ ഒരു വണ്ടി ഉണ്ട് 2:30. ആ ബസ്സിന് പോയാ വേഗം എത്താലോ അങ്ങോട്ട്. ആ ഇപ്പൊ പോയാ 4 മണിക്കൊരു ബസ്സുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് ബസ്സില്ല. കുറെ കഴിഞ്ഞിട്ടാണെങ്കിൽ ബസ് ഉണ്ടാവൂല. ഇതൊക്കെ അവിടെ ചെന്നിട്ട് കുറെ കാര്യങ്ങളുള്ളതല്ലേ. ഞാൻ പോയെന്ന് വെച്ച് മോളെ ഒന്ന് കാണിക്കും. ഇവളിത് എന്താണ് ഈ പറയണേ? ഇവളിന്ന് ഞാൻ കാണിച്ചു കൊടുക്കാനുണ്ട്. നീ എന്തൊക്കെയാണ് ഈ പറയണത്? ഇത് എന്റെ വീടാണ് കേട്ടാ. നീയാണ് ഇവിടെ വലിഞ്ഞേറി വന്നേക്കണത്. അവളോട് ഇറങ്ങി പോകാൻ പറയേണ്ട അധികാരമൊന്നും നിനക്കില്ല കേട്ടാ. എന്റെ മോനാണ് ഇവിടെ പണിയെടുത്ത് കൊണ്ടുവന്നത്. നിന്റെ ചെലവിലൊന്നും അല്ല. ഭർത്താവും കൂടിയാണ്. ഭർത്താവൊക്കെ ശരിയാണ്. അവൻ ഇങ്ങോട്ട് വരട്ടെ. നിന്നെ ഇന്ന് ഇവിടെ വെച്ച് പൊറപ്പിക്കണമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിന്റെ ഒരു വേഷം കെട്ട്. അമ്മേ ഞാൻ പൊക്കോളാം അമ്മേ. എന്റെ പേരും പറഞ്ഞ് നിങ്ങൾ എന്തായാലും തല്ലുപിടിക്കണ്ട. ഞാൻ പോകേണ്ടവളാണ്. മോള് പോകണ്ട. അല്ല അമ്മേ, എന്നെ ഇഷ്ടമില്ലാത്തോണ്ടല്ലേ അമ്മ ഇവിടെ നിൽക്കണ്ടെന്ന് പറയുന്നത്. ഞാൻ പോവുകയാണ്. ഞാനാണ് പോകേണ്ടത്, അല്ലാതെ നിങ്ങൾ ഇവിടെ ജീവിക്കേണ്ടവരാ. എന്റെ പേരും പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും തല്ലുപിടിക്കാൻ പാടില്ല. പൊക്കോളാം അമ്മേ. എന്റെ മോള് പോകണ്ട. അവൻ വരട്ടെ. അവൻ വരുമ്പോ തന്നെ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. എന്റെ മോള് പോകണ്ട. കുഴപ്പമില്ല അമ്മേ. അമ്മേ ഞാൻ ഇനി പടി ചവിട്ടൂല.
അമ്മക്ക് എന്നെ കാണണമെങ്കിൽ അമ്മ അങ്ങോട്ട് വരണം. ഞാൻ പോയണമ്മേ. പോകല്ലേ മോളെ. മോളെ അവക്ക് ഭ്രാന്താണ്. അവൻ വന്നിട്ട് നമുക്ക് തീരുമാനം ഉണ്ടാക്കാം മോളെ. എന്റെ മോള് പോവല്ലേ, ഇങ്ങോട്ട് വാ. മക്കളെ കാണാണ്ട് മക്കളെ ഈ ഒരു 4 മണിക്ക് ഒരു ബസ്സുണ്ട്. മോളെ വാ മോളെ ഇങ്ങോട്ട്. മോള് പോണ കണ്ട എന്റെ ചങ്ക് മുടിയാണ്. ഒരു ഗ്ലാസ് വെള്ളം വരെ കൊടുക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് എന്തൊരു കഷ്ടമാണ് ഭഗവാനെ. എല്ലാം ഇവളെ കൊണ്ടാണ്. ശ്രദ്ധിച്ച് ഊരിങ്ങോട്ട് എനിക്കറിഞ്ഞ പ്രശ്നമാണ്. ശരി. ചേച്ചി, എൻ്റെ അമ്മ ഇന്ന് വന്നിട്ട് എത്ര കാലം കൂടിയിട്ടാന്നറിയാം എൻ്റെ അമ്മ ഇന്നൊന്ന് വന്നത്. 2 ദിവസം എൻ്റെ അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 1 മിനിറ്റ് എൻ്റെ അമ്മേനെ ഇവിടെ നിർത്തിച്ചിട്ടില്ല. ഇവിടുത്തെ അമ്മ എത്ര വിഷമിച്ചിട്ടാന്നറിയാം എൻ്റെ അമ്മ ഇന്ന് പോയത്. എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി എൻ്റെ അമ്മ പോയപ്പോ. ഈ അമ്മേന്റെ ഒരു കാര്യം അമ്മനോടൊന്നും എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. നീ കരയാതിരിക്കും. എത്ര ആഗ്രഹിച്ചിട്ട് വന്നതാന്നറിയാം എൻ്റെ കൂടെ 2 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മ. നീ ഒരു കാര്യം ചെയ്യും, ഇതൊന്നും എത്ര പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലും അവർക്കൊന്നും മനസ്സിലാവില്ല. എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. നീ കരയാണ്ട് നീ എവിടെ ഇരുന്ന്, ഞാൻ വരട്ടെ അങ്ങോട്ട്. ചേച്ചി. ഓക്കെ, നീ വെച്ചു. ശരി. അമ്മനോടൊന്നും ഒരു കാലത്തും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാന്ന് വെച്ചാൽ തലേ കയറും. എന്റെ മോളല്ലേ വന്നേക്കണത്. എന്റെ മോനാണ് ഇവിടെ പണിയെടുത്ത് കൊണ്ടുവന്നത്. പിന്നെ നീ എന്തിനാണ് ഇതൊക്കെ പറയണത്? മോള് ഇവിടെ ഇരിക്കേ, അമ്മ ചായ വെച്ച് തരാം കേട്ടാ. അവനിങ്ങോട്ട് വരട്ടെ, അവനോട് ഇത് പറയാനുണ്ട്. അവക്ക് ഭ്രാന്താണ്. അവൻ വന്നിട്ട് നമുക്ക് തീരുമാനം ഉണ്ടാക്കാം മോളെ. എന്റെ മോള് പോവല്ലേ, ഇങ്ങോട്ട് വാ. വിളിച്ച് കൂക്കുന്നുണ്ട്. എന്റെ മോള് വന്നാ, എന്റെ മോള് തിരിച്ചു വന്നാ. അമ്മ പറഞ്ഞതല്ലേ എന്റെ മോളോട് പോണ്ടെന്ന്. എന്റെ മോക്ക് 1 ഗ്ലാസ് വെള്ളം വരെ തരാഞ്ഞിട്ട് അമ്മ ചങ്ക് പൊട്ടിയാണ് ഇവിടെ നിന്നത്. അതറിയോ മോക്ക്? അതെ അല്ലേ, അമ്മയുടെ ചങ്ക് പൊട്ടിയിട്ടല്ലേ അമ്മ നിന്നത്. ഇതുപോലൊരു അമ്മയല്ലേ അമ്മ 2 ദിവസം മുൻപ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ചങ്ക് പൊട്ടിയിട്ടല്ലേ അവർ ഇറങ്ങിപ്പോയത്. അത് അവരുടെ മോളുടെ കൂടെ 2 ദിവസം സന്തോഷത്തിൽ നിൽക്കാൻ വന്നല്ലേ അമ്മ അവര്. എന്നിട്ട് എന്തിനാ അമ്മ അതിന്റെ കാരണക്കാരി ആരാ? അമ്മയല്ലേ അതിന്റെ കാരണം. എന്തിനാ അമ്മ അതൊക്കെ? അമ്മ പറയാതെ പറഞ്ഞ് അവരിവിടുന്ന് ഇറക്കി വിട്ടതല്ലേ. എത്ര വിഷമിച്ചിട്ടുണ്ടാവും അന്ന് ഇവിടുന്ന് അവരിറങ്ങിപ്പോകുമ്പോ. അതും ഒരു അമ്മയല്ലേ അമ്മേ. അമ്മയുടെ ഇവിടെ അവരുടെ സ്വന്തം മകളുടെ കൂടെ ഒരു 2 ദിവസം അവർ നിൽക്കാൻ വന്നതിന് അമ്മ എന്തൊക്കെ അവരെ പറഞ്ഞു കൂട്ടി. എന്തിനാ അമ്മേ? എന്ത് സുഖം കിട്ടാനാ നമുക്കത്? എത്ര സന്തോഷത്തിൽ നിങ്ങൾക്ക് 2 കൂടി ഇവിടെ നിൽക്കായിരുന്നു. അതിന് എന്തിനാ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ആവശ്യം? അമ്മനോട് ഞാൻ എത്ര ഇത് പറഞ്ഞു തന്നാലും അമ്മക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഞങ്ങള് മനഃപൂർവ്വം ഇത് ചെയ്തതാ. എന്താണെന്നറിയോ, അമ്മ ആ വിഷമം അറിയണം, അതിനു വേണ്ടിയിട്ട് ചെയ്തതാ, അല്ലാണ്ട് വേറൊന്നിനല്ല. ഇപ്പൊ അമ്മക്ക് എത്ര ചങ്ക് പൊടിഞ്ഞ്. ഞാൻ ഇവിടെ നിന്ന് കരഞ്ഞു പോകുമ്പോ അമ്മക്ക് എത്ര വിഷമിച്ച്. ഞാനിവിടെ ഇത്രയും സാധനം മേടിച്ചോണ്ട് വന്നപ്പോ അതുപോലെ തന്നെയല്ലേ അവൾക്ക് വേണ്ടിയിട്ട് അവളുടെ അമ്മ എന്തൊക്കെ വാങ്ങിച്ചോണ്ട് വരും. അത് അമ്മക്കത് 2 കൈയും നീട്ടി സ്വീകരിക്കല്ലേ അമ്മ വേണ്ടത്. അതിന് അമ്മ എന്തൊക്കെ പറഞ്ഞു. എത്ര വിഷമിക്കും അമ്മ. ഇല്ലാത്ത പൈസ ഉണ്ടാക്കി നമ്മൾ സ്വന്തം മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് കൊടുക്കുമ്പോ
അതിന് നമ്മ സന്തോഷിക്കല്ലേ വേണ്ടത്. അതൊരു ഇത്തിരി ആണെങ്കിൽ അത് സന്തോഷിക്കുക വേണ്ടത്. ഇനി അമ്മ എന്തൊക്കെ പറഞ്ഞു കൂട്ടി, അവക്ക് എത്ര വിഷമം ഉണ്ടാവും. അവളുടെ അമ്മയില്ലേ, അവളെ പെറ്റ തള്ളയല്ലേ. അമ്മ അത് മനസ്സിലാക്കണ്ടേ? എൻ്റെ അമ്മ അങ്ങനെ ഒരു കാരണത്തിൽ ഒരാളെ വിഷമിപ്പിക്കണ്ട. നമ്മൾ എന്തിനാണ്, എത്ര സന്തോഷത്തിൽ നമുക്ക് എല്ലാവർക്കും നിൽക്കാം. ഇപ്പൊ എൻ്റെ അമ്മേൻ്റെ മനസ്സ് എത്ര വിഷമിച്ച്. അതാണ് നമ്മ മനഃപൂർവ്വം അങ്ങനെ അമ്മനെ വിഷമിപ്പിച്ചതല്ല. പക്ഷെ അമ്മക്ക് ഞാൻ പറഞ്ഞു തന്നാലൊന്നും നമുക്ക് മനസ്സിലാവൂല. അതുകൊണ്ട് ഞങ്ങൾ മനഃപൂർവ്വം, അല്ലാണ്ട് അവളെന്നോട് അങ്ങനെ ഒന്നും കാണിച്ചിട്ടില്ല അല്ല എനിക്ക്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ചെയ്തൊരു പരിപാടിയായിരുന്നു. അവൾക്കും അറിയാം, എനിക്കും അറിയാം. അമ്മേ, നമ്മളായിട്ട് ആരും വിഷമിപ്പിക്കണ്ട. എന്തിനാമേ നമ്മളൊരു വിഷമം കൊടുക്കുന്നത്? എത്രത്തോളം ഒരാളെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ അതാണമേ നമ്മളെ ജീവിതത്തിൽ ബാക്കി ഉണ്ടാവും അല്ല എനിക്ക്. ഇനി എൻ്റെ അമ്മ അങ്ങനെയൊന്നും ചെയ്യരുത്. അമ്മ ഞാൻ അങ്ങനെ ആരോടൊന്നും പറയൂല കേട്ടാ. എൻ്റെ മോളെന്നോട് ക്ഷമിക്കും. അതെ, എല്ലാം മറന്നോളാം അല്ലേ. അതാണ് കുടുംബം. കുറ്റപ്പെടുത്തൽ കൊണ്ടും കുത്തുവാക്കുകൾ കൊണ്ടും പരിഹാസങ്ങൾ കൊണ്ടും മറ്റും നമ്മൾ ഒരാളുടെ മനസ്സിനേൽപ്പിക്കുന്ന മുറിവ് അതെത്ര വലുതാണെന്ന് നമുക്ക് ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല. പക്ഷേ അത് ചിലപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിനേൽപ്പിക്കുന്ന വിങ്ങൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒന്ന് നമ്മൾ ഓർക്കുക, വാവിട്ട വാക്കും കൈവിട്ട ആയുധവും ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല.